എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഗൈസ് ഞാനൊരു ജൂതപ്പള്ളി സന്ദർശിക്കാനായിട്ട് പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലെ ജൂ സ്ട്രീറ്റിലാണ് കേട്ടോ. അപ്പോൾ വേൾഡിലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പഴക്കം ചെന്നിട്ടുള്ള ഒരു സിനഗോഗാണ് നമ്മുടെ കൊച്ചിയിൽ മട്ടാഞ്ചേരിയിൽ വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് ജൂതത്തെരുവും പള്ളിയും പള്ളിയിലകത്ത് വരുന്ന മ്യൂസിയവും ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. വെറുമൊരു ഷോപ്പിംഗ് സ്ട്രീറ്റ് അല്ല, 700 വർഷത്തെ ചരിത്രമാണ് ഈ തെരുവിന്. പണ്ട് യൂറോപ്യൻ രാജ്യങ്ങളുടെ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് കൊച്ചിയിൽ അഭയം പ്രാപിച്ച ജൂതന്മാരുടെ ഒരേ ഒരു തെരുവാണിത്. കൊച്ചിയിലെ വളരെ മനോഹരമായ തെരുവുകളിൽ ഒന്നാണ് ജൂ സ്ട്രീറ്റ്. മട്ടാഞ്ചേരി പാലസ് മുതൽ പരദേശി സിനഗോഗ് വരെയുള്ള സ്ട്രീറ്റാണ് ജൂതത്തെരുവെന്നറിയപ്പെടുന്നത്. സ്ട്രീറ്റിൻ്റെ ഇരുവശങ്ങളിലും ആൻറ്റീക് ഷോപ്പുകളും റെസ്റ്റോറൻറ്റുകളുമാണ്. ഇത്രയും അധികം ആൻറ്റീക് ഷോപ്സ് ഉള്ള ഒരു സ്ട്രീറ്റ് കേരളത്തിൽ തന്നെ വളരെ ചുരുക്കമാണ്. ആൻറ്റീക് പീസസ് മാത്രമല്ല, ആർട്ട് വർക്ക്സും പെയിൻറ്റിങ്സും സ്റ്റാച്യൂസും തുടങ്ങി നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. ഗൈസ്, അപ്പോൾ ഒരു വിൻറ്റേജ് ഫോട്ടോ ഒക്കെ എടുത്ത് പ്രിൻ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. പഴയ ടൈപ്പ് റൈറ്റർ കണ്ടോ, സംഭവം കൊള്ളാം. This is a vintage Remington portable manual typewriter. 1930s 1940s സാധനമാണ് കേട്ടോ. കണ്ടോ, സംഭവം കൊള്ളാം അല്ലേ. ജൂതന്മാർ പണ്ട് താമസിച്ച വീടുകളാണ് ഇപ്പോഴും ഇവിടെ ഉള്ളത്. അതെല്ലാം തന്നെ ഇപ്പോൾ മനോഹരമായ റെസ്റ്റോറൻറ്റുകളും ആൻറ്റീക് ഷോപ്പുകളുമായി മാറിയിരിക്കുന്നു. ടൂറിസ്റ്റുകാരെ അട്രാക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടുത്തെ വൃത്തി തന്നെയാണ്. ഇവിടുത്തെ ഓരോ കാര്യത്തിലും നമുക്കൊരു ക്രിയേറ്റിവിറ്റി കാണാൻ സാധിക്കും. What's your name, sir? Shoyo. Okay. Hi, Shoyo. Actually, what is the breed? Poodle. Okay. ഇവൻ ആള് ജർമ്മൻ ബ്രീഡാണ് കേട്ടോ. 40,000 മുതൽ 70,000 വരെ വിലയുള്ളൊരു ബ്രീഡാണിത്. കാണാൻ എന്ത് ഭംഗിയല്ലേ. അവനോട് കുറച്ചു നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ നേരെ നടക്കാൻ തുടങ്ങി. തെരുവിൻ്റെ അവസാനം ജൂതപ്പള്ളിയാണ്, അഥവാ സിനഗോഗ്. പള്ളിയുടെ മുന്നിലായി മനോഹരമായ ഒരു ബൊഗെയിൻ വില്ലയും ഒരു ഇരിപ്പിടവും കാണാം. ഇതാണ് കൊച്ചിൻ പരദേശി സിനഗോഗ്. സിനഗോഗ് എന്നാൽ ജൂതന്മാരുടെ ആരാധനാലയം എന്നും പരദേശി എന്നാൽ വിദേശി എന്നുമാണ് അർത്ഥം. കോമൺവെൽത്ത് രാജ്യങ്ങളിൽ വെച്ച് തന്നെ ഏറ്റവും പഴക്കം ചെന്ന സിനഗോഗാണിത്. 50 രൂപയാണ് ഇന്ത്യൻസിന് ടിക്കറ്റ് ചാർജ് വരുന്നത്. 450 വർഷങ്ങളിലേറെ പഴക്കമുള്ള ഈ പള്ളി 1568 നിർമ്മിച്ചിരിക്കുന്നത്. പുറം രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളി ബഹുശാഖ ദീപങ്ങൾ, ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന നീല വില്ലോ പാറ്റേൺ ടൈൽസും ഇവിടെ കാണാം. ഇതാണ് പ്രസംഗപീഠം. ഇവിടെ നിന്നാണ് പ്രീസ്റ്റ് സംഭാഷണങ്ങൾ നടത്തുന്നത്. അകത്തുള്ള ഒരു വസ്തുക്കളിലും തൊടാൻ അനുവാദമില്ല. 400 വർഷത്തിലേറെ പഴക്കമുള്ളതാണ് ഓരോ വസ്തുക്കളും. ജൂയിഷ് ലാംഗ്വേജായ ഹീബ്രുവിൽ എഴുതി വെച്ചേക്കുന്ന വചനങ്ങളാണിത്. ഒരുപാട് ടൂറിസ്റ്റുകൾ അന്നേ ദിവസം ഉണ്ടായിരുന്നു. പലരുടെയും ഒപ്പം ഒരു ഗൈഡിനെയും കാണാൻ സാധിച്ചു. സിനഗോഗിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കതൊക്കെ വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. പള്ളിയിൽ നിന്ന് ഇറങ്ങി ഞാൻ നടക്കാൻ തുടങ്ങി. പള്ളിയോട് ചേർന്ന് ഒരു ജൂയിഷ് മ്യൂസിയവും ഒരു പെയിന്റിംഗ് ഹാളും കാണാം. മ്യൂസിയത്തിൽ പഴയ ഫോട്ടോഗ്രാഫ്സും പുരാതന വസ്തുക്കളും ജൂതന്മാരുടെ ആരാധനാ രീതികളെക്കുറിച്ചെല്ലാം നമുക്ക് മനസ്സിലാക്കാം. കൊച്ചിയിൽ വിവാഹ ദിവസം അണിയുന്ന വസ്ത്ര രീതിയാണിത്. പഴയ സ്ട്രീറ്റും പുതിയ സ്ട്രീറ്റും എങ്ങനെയായിരുന്നു എന്നും ഇവിടെ പ്രധാനമായും ആരൊക്കെ സന്ദർശിച്ചിട്ടുണ്ട് എന്നും ഫോട്ടോഗ്രാഫ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അവിടെയൊക്കെ ചുറ്റിക്കണ്ട് നേരെ ഞാൻ ബാഗ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു പോസ്റ്റ് കാർഡാണ് കേട്ടോ. സ്ട്രീറ്റിൻ്റെയും പള്ളിയുടെയും ഫോട്ടോസാണിതിൽ. മ്യൂസിയത്തിനുള്ളിൽ നിന്ന് നമുക്കിത് മേടിക്കാൻ കിട്ടും. മട്ടാഞ്ചേരി പോസ്റ്റ് ഓഫീസിൽ നിന്നും ഒരു സീല് കിട്ടും. ആ സീല് ഇന്ത്യയിൽ തന്നെ മറ്റൊരു പോസ്റ്റ് ഓഫീസിലും കിട്ടാത്ത ഒരു സീലാണ്. അത് മേടിക്കാനാണ് ഞാൻ ഈ പോസ്റ്റ് കാർഡ് മേടിച്ചത്. നിങ്ങൾക്കും അവിടെ പോകുമ്പോൾ ഇത് മേടിക്കാം. 130 രൂപയാണ് ഇതിൻ്റെ വില. വേർത്താണ് ഗൈസ്. അങ്ങനെ സ്ട്രീറ്റിൽ കൂടെ നടന്നു വരുന്ന സമയത്താണ് എൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടത്. നല്ല എംബ്രോയിഡറി വർക്കൊക്കെ ചെയ്ത ഹാൻഡ് കർച്ചീഫ് എല്ലാം ഡിസ്പ്ലേ വെച്ചേക്കുന്നു. ഞാൻ ആ ഷോപ്പിലേക്ക് ഒന്ന് കയറി. ഗൈസ്, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഒരുപാട് ആർട്ട് വർക്കുകളുണ്ട്. ഞാനൊരു കട കണ്ടു കേട്ടോ. ആ കടയിൽ കയറിയപ്പോൾ എനിക്ക് മനസ്സിലായത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. കർച്ചീഫൊക്കെ ഇതുപോലെ ആർട്ട് വർക്ക് ചെയ്ത കർച്ചീഫൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇത് സ്പാനിഷ് അല്ലേ, ഒരു സ്പാനിഷ് നോട്ടാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇത് വരുന്ന സമയത്തൊരു ഫ്രഞ്ച് നോട്ടാണ് കേട്ടോ. ഇത് സ്പാനിഷാണ്. ഇത് കമ്പൈൻ ചെയ്ത് വരുന്ന സ്പാനിഷ് ആൻഡ് ഫ്രഞ്ച് നോട്ട്. ഇത് നമ്മൾ
ഇത് In and out. Both sides same ആയിരിക്കും. ഓക്കെ, ഇത് ഇൻ ആൻഡ് ഔട്ട് വരുന്ന സമയത്ത് രണ്ടും സെയിം ആയിരിക്കും. ഇത് കണ്ടോ, അവിടെയാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി വരുന്നത്. ലൈക്ക് ഇപ്പുറത്തെ സൈഡ് നോക്കിയാലും ഈ സൈഡ് നോക്കിയാലും സെയിം ആയിരിക്കും. ആ നോട്ട് കണ്ടോ, പെർഫെക്ഷൻ കണ്ടോ, ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. അതുപോലെ ഇത് വരുന്നത് ഫ്രഞ്ച് നോട്ടാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മളൊരു പിക്ചർ എടുത്തിട്ട് അത് സൂം ചെയ്ത് നോക്കിയാലേ ഇതിൻ്റെ ഓരോ നോട്ടും നമുക്ക് ഓരോ ഫ്ലവേഴ്സായിട്ട് കാണാൻ പറ്റും കേട്ടോ. അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതൊക്കെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സ്റ്റോറിൽ വരുന്നുണ്ട്. സമയം ഏകദേശം ഒരു 3 മണിയായി. വയറ് വിളിച്ചു തുടങ്ങിയപ്പോൾ സ്പെഷ്യൽസ് എന്ന് എഴുതി വെച്ചേക്കുന്ന ഒരു ബോർഡാണ് ഞാൻ കണ്ടത്. ഒന്നും നോക്കിയില്ല, നേരെ റെസ്റ്റോറൻറ്റിൽ കയറി നല്ല അപ്പവും സ്റ്റൂവും ഓർഡർ ചെയ്തു. അപ്പോൾ പല കൺസെപ്റ്റിലുള്ള കഫേസും റെസ്റ്റോറൻറ്റ്സും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഈ സ്ട്രീറ്റിൻ്റേതായിട്ടുള്ള ഒരു ബ്യൂട്ടി ഉണ്ട്. അത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അവർ ആ റെസ്റ്റോറൻറ്റ്സും ചെയ്തേക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആംബിയൻസും ഒരു ഫീലൊക്കെ ഭയങ്കരമാണ്. സർവീസും അതുപോലെ തന്നെ അടിപൊളിയാണ് കേട്ടോ. കോയിൻ കളക്ഷനും സ്റ്റാമ്പ് കളക്ഷനൊക്കെ ഉള്ളവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല റെയർ ആയിട്ടുള്ള കോയിൻസും സ്റ്റാമ്പ്സ് ഒക്കെ കളക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു കടയിലാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത്. ഒരുപാട് കോയിൻസ് ഇവിടെ അവൈലബിൾ ആണ്. വരുമ്പോൾ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. സ്ട്രീറ്റിന് ദൂരം 500 മീറ്റർ ആണെങ്കിലും 700 വർഷത്തെ ചരിത്രത്തിലൂടെയാണ് ഞാനിപ്പോൾ സഞ്ചരിക്കുന്നത്. എന്തായാലും കൊച്ചി വരുമ്പോൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്ന് നമ്മുടെ ജൂ സ്ട്രീറ്റ് തന്നെയാണ്. പുതിയ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.